പൈസാനട്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മീൻ പ്രേമികൾക്കിടയിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് നല്ല മുളകിട്ട് ചുമപ്പിച്ച് കുറുക്കിയെടുത്ത മീൻ കറി. അപ്പം എങ്ങനെയാണ് നല്ലൊരു മീൻ കറി ഉണ്ടാക്കുന്നത് നോക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചൂരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഫിഷ് വേണമെങ്കിലും എടുക്കാം. ഇവിടെ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ചൂര ചെറിയ ക്യൂബുകളാക്കിയാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഈ വലുപ്പമുള്ള ക്യൂബുകളാക്കിയാണ് ചൂര എടുത്തിരിക്കുന്നത്. 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഫിഷ് കറിക്ക് ഏറ്റവും നല്ലത് വെളിച്ചെണ്ണയാണ്. ഇനി വെളിച്ചെണ്ണയുടെ ഫ്ലേവർ ഇഷ്ടം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഏതെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവ, 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഇഞ്ചി, 2 പച്ചമുളക് നീളത്തിൽ കീറിയെടുത്തത്. പച്ചമുളകും ഇഞ്ചിയും നല്ലവണ്ണം ചെറുതായി അരിഞ്ഞെടുക്കണം. ഇവിടെ എടുത്തിരിക്കുന്നത് 20 ചുവന്നുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായി അരിഞ്ഞെടുത്തതാണിത് ചുവന്നുള്ളി. ചുവന്നുള്ളി ചേർത്ത കറിക്ക് കുറച്ച് നല്ല കൊഴുപ്പുണ്ടാവും. നല്ല കൊഴുപ്പുള്ള ചുവന്ന തിക്കായിട്ടുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ വേണ്ടത് കാശ്മീരി ചില്ലിയാണ്. ഇവിടെ എടുത്തിരിക്കുന്നത് 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ്. കാശ്മീരി ചില്ലി ആകുമ്പോൾ എരിവ് കുറവായിരിക്കും, അതേപോലെ കറിക്ക് നല്ല തിക്നെസ്സും കളറും ഉണ്ടാവും. പിന്നെ എടുത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തക്കാളി ചെറുതായി അരിഞ്ഞെടുത്തത്. തക്കാളി ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. ഇവിടെ ചെറിയൊരു തക്കാളി ചെറുതായി കട്ട് ചെയ്തെടുത്താണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ ചേർക്കുന്നത് കുടംപുളിയാണ് ചേർക്കുന്നത്. നമ്മുടെ നാടുകളിലെ കേരള ടൈപ്പ് മീൻകറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചേർക്കുന്നത് കുടംപുളിയാണ്. 3 കുടംപുളി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിരിക്കുന്നത് 1.5 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. മീൻ കറി ഉണ്ടാക്കുമ്പോൾ ഉപ്പിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന്, നിങ്ങൾ ഉപയോഗിക്കുന്ന പുളിയുടെ പുളിപ്പിനനുസരിച്ചായിരിക്കും ഉപ്പ് ചേർക്കേണ്ടത്. അപ്പോൾ കറി ഉണ്ടാക്കുമ്പോൾ ആദ്യം 1 ടീസ്പൂൺ ഉപ്പിട്ട് നോക്കുക. അതിനുശേഷം വേണമെങ്കിൽ 1/2 ടീസ്പൂൺ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം പുളിയുള്ള നല്ല പുളിപ്പുള്ള കുടംപുളിയാണ്, അതുകൊണ്ടാണ് 1.5 ടീസ്പൂൺ ഉപ്പ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് 1.5 കപ്പ് വെള്ളം. ആദ്യം തന്നെ നമുക്ക് ഈ കുടംപുളി 1/4 കപ്പ് ചൂട് വെള്ളം ഒഴിച്ച് ഒരു 15 മിനിറ്റ് കുതിർത്ത് വെക്കണം. അങ്ങനെ കുതിർത്ത് വെക്കുമ്പോൾ ഈ പുളിയിലുള്ള പുളിയും അതുപോലെ തന്നെ ഇതൊന്ന് സോഫ്റ്റ് ആവുകയും ചെയ്യും. ഇപ്പൊ നല്ല തിളച്ച വെള്ളത്തിലാണ് 3 കുടംപുളി 15 മിനിറ്റ് ഇട്ട് വെക്കുന്നത്. കുടംപുളിക്ക് പകരം സാധാ വാളംപുളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള സാധാ പുളിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ, ഒരു ചെറുനാരങ്ങ വലുപ്പത്തില് ഏകദേശം ഇത്രത്തോളം ഒരു പുളി എടുത്തിട്ട് അതും ഇതേപോലെ 10-15 മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് വെക്കണം. ബാക്കി എല്ലാ ചേരുവകളും അതേപോലെ തന്നെ സെയിം. ഇത് മാത്രം മാറ്റി ഉപയോഗിക്കാം എന്നുള്ളത് ഉപയോഗിക്കാം. പക്ഷെ ഈ കുടംപുളി ഉപയോഗിക്കുമ്പോൾ ചെറിയൊരു സ്മോക്കി ടെക്സ്ചറിൽ നമ്മുടെ കറിക്ക് വരും. അത് കറിയെ കുറച്ചുകൂടി സ്വാദിഷ്ടമാക്കും. നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വാളംപുളിയോ കുടംപുളിയോ ഏതാണെങ്കിലും ചേർക്കാം. ഇനി ചട്ടി അടുപ്പത്ത് വെച്ച് ഓരോന്ന് കുക്ക് ചെയ്ത് തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ സാധാ ഒരു പാനാണ് യൂസ് ചെയ്യുന്നത്, ഒരു ചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതല്ല ഇനി മൺചട്ടിയിൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അതിലാണെങ്കിലും ഉണ്ടാക്കാം. ഇപ്പൊ സാധാ ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് 1 തണ്ട് കറിവേപ്പില, അതിനുശേഷം 1 ടീസ്പൂൺ ഇഞ്ചി, 1 ടീസ്പൂൺ വെളുത്തുള്ളി, 2 പച്ചമുളക് കീറിയത്, അത് മൂത്ത് നന്നായിട്ടൊന്ന് കളർ മാറി കരിഞ്ഞു പോകണ്ട. ഏകദേശം ഈ ഒരു കളറിൽ ഒരു ഓഫ് വൈറ്റ് കളറിലേക്ക് അത് മാറി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 20 ചെറിയ ഉള്ളി, ചുവന്നുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം.
ചുവന്നുള്ളി ചേർത്ത് ഹൈ ഫ്ലെയിമിൽ നന്നായി 1 മിനിറ്റ് ഇളക്കി കൊടുത്ത ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി ചുവന്നുള്ളി നന്നായി വെന്തുടഞ്ഞ് ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കറിക്ക് നല്ല തിക്നെസ് വേണമെങ്കിൽ നമ്മൾ ചേർക്കുന്ന ചുവന്നുള്ളിയോ സവാളയോ എന്ത് തന്നെ ആയാലും എന്ത് കറിക്കും അത് നന്നായിട്ട് വെന്തു വരാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഈ ഫിഷ് കറിക്ക് നല്ല കൊഴുപ്പ് വേണ്ടതുകൊണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് നന്നായി വേവിച്ചെടുക്കണം. ചുവന്നുള്ളി വെന്തുടയുന്നത് വരെ വെയിറ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പൊ ചുവന്നുള്ളി നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിനു ശേഷം ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ സാധാ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇതിന്റെ പച്ചമണെല്ലാം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. തീ കൂട്ടി വെക്കരുത്. തീ കൂട്ടി വെച്ചത് കരിഞ്ഞു പോകും. പിന്നെ കറിക്കൊരു കയ്പ്പ് രസം ഉണ്ടാവും. തീ ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഒരു 2 മിനിറ്റോളം ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ 2 മിനിറ്റ് ആയിട്ടുണ്ട്. പൊടിയുടെ പച്ചമണെല്ലാം മാറി. ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചാൽ ചെറിയൊരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ ഇരുന്ന് 4 മിനിറ്റ് തക്കാളി ഒന്ന് വേവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. തക്കാളി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള കുടംപുളി ആഡ് ചെയ്ത് കൊടുക്കണം. ഇപ്പൊ ഈ കുടംപുളിയിലെ പുളിയെല്ലാം നന്നായിട്ട് വെള്ളത്തിലേക്ക് ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു കുടംപുളി എടുത്ത് മാറ്റുകയാണ്. ബാക്കി 2 കുടംപുളിയും ഈ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്ലെയിം വീണ്ടും ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റിയെടുത്ത് തിളയ്ക്കുന്നത് വരെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത്. അത് തന്നെ വെള്ളം വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ തൽക്കാലം മാറ്റി വയ്ക്കുന്നുണ്ട്. വെള്ളം നന്നായി തിളച്ചു വന്നു. ഫ്ലെയിം ലോ ഫ്ലെയിമിലേക്ക് മാറ്റുകയാണ്. അതിനുശേഷം ഫിഷ് നന്നാക്കി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. മീൻ ചേർത്ത ശേഷം ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് 15 മിനിറ്റോളം നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും മീനെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. ഒരടപ്പ് വെച്ച് നിന്ന് അടച്ചു വെക്കുക. അടച്ചു വെച്ച് 15 മിനിറ്റ് ശേഷം നമുക്ക് തുറന്നു നോക്കാം. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ഫിഷ് കറി തുറന്നതാണിത്. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫിഷ് കറി ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വിചാരിച്ച പോലെ ഫിഷ് എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതേപോലെ കറിയുടെ കൺസിസ്റ്റൻസി എല്ലാം കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ മേളിലേക്ക് ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുകയാണ്. കൂടാതെ ഇതിന്റെ മേളിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി, പച്ച വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല തിക്കായിട്ടുള്ള ഒരു ഗ്രേവി ആയിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബക്കാർക്കും എല്ലാം അയച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയും പുതിയൊരു വിഭവമായിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.